കേരളത്തിൽ ധനപ്രതിസന്ധി വിടാതെ തുടരുകയാണ്. അതുപോലെ മുൻ ധനമന്ത്രിയെ പഴിചാരിക്കൊണ്ട് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുകയാണ്. അതിനുവേണ്ടി കേന്ദ്രത്തോട് ഒരു സ്പെഷ്യൽ പാക്കേജ്, അതായത് കേരളം കടുത്ത ധനപ്രതിസന്ധിയിലാണെന്നും പല പദ്ധതികളും അതുകൊണ്ട് തന്നെ പാളിപ്പോകുന്നുവെന്നും തുറന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ ധനമന്ത്രി ശ്രീ ബാലഗോപാൽ കേന്ദ്രത്തോട് 24,000 കോടിയുടെ ഒരു സ്പെഷ്യൽ പാക്കേജാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അദ്ദേഹം സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തൻ്റെ പൂർവികനെ എന്ന് പറഞ്ഞാൽ തനിക്ക് മുൻഗാമിയായിരുന്ന ധനമന്ത്രിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നു. ഇപ്പോഴത്തെ ധനപ്രതിസന്ധിക്ക് ഒരു പരിധി വരെ, പൂർണ്ണമായിട്ടുമല്ല. അപ്പോൾ അത് ഏത് പരിധി വരെയാണ്? അപ്പോൾ അദ്ദേഹം പറയുന്നത് കേരളത്തിൻ്റെ ഈ കടമെടുക്കൽ ശക്തി, അതായത് 3% വരെയെ GSDPയുടെ 3% വരെയെ ഒരു വർഷം കടമെടുക്കാവൂ എന്നുള്ളതാണ് നിലവിലിരിക്കുന്ന FRBM ആക്ട് നിർദ്ദേശിക്കുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് കേരളത്തിൻ്റെ കടം, സഞ്ചിത കടം 29%, GSDPയുടെ 29%-ന് മുകളിൽ പോകാൻ പാടില്ല എന്നാണ് FRBM ആക്ട് അനുശാസിക്കുന്നത്. ഒരു വർഷം എടുക്കുന്ന കടം GSDPയുടെ 3%-ൽ കൂടാൻ പാടില്ല. സഞ്ചിത കടം, അതായത് സംസ്ഥാനം രൂപീകരിച്ച കാലം മുതൽ കൂട്ടിച്ചേർക്കപ്പെട്ട കടം, അത് GSDPയുടെ 29%-ൻ്റെ താഴെ നിൽക്കണം. ഇതാണ് 2 പ്രധാനപ്പെട്ട മാൻഡേറ്റ്സ്. വേറെയുമുണ്ട്. അപ്പോൾ ഈ 2 മാൻഡേറ്റ്സും പാലിക്കാൻ പറ്റാത്ത പരുവത്തിൽ കേരളത്തിൻ്റെ ധനപ്രതിസന്ധിയും കടവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്കറിയാം, കഴിഞ്ഞ മാർച്ച് മാസത്തിൽ നിത്യനിദാന ചെലവുകൾക്ക് പോലും ബുദ്ധിമുട്ട് വന്ന് ട്രഷറി അടച്ചിട്ട നാളുകൾ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഭാഗികമായി മാത്രം, വലിയ ബില്ലുകളൊന്നും പേ ചെയ്യാതെ മടക്കി അയക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഏകദേശം ട്രഷറി അടച്ചിരിക്കുന്നു എന്ന പരുവത്തിൽ വർക്ക് ചെയ്ത കുറേ നാളുകളുണ്ടായിരുന്നു കഴിഞ്ഞ ധനവർഷത്തിൻ്റെ അവസാന പാദത്തിൽ. അപ്പോൾ അവസാന പാദത്തിലല്ല, എല്ലാ പാദങ്ങളിലും പ്രശ്നമുണ്ടായിരുന്നു. പക്ഷെ അത് അതിരൂക്ഷമായിരുന്നു അവസാന പാദമായപ്പോഴേക്കും. അപ്പോഴാണ് സുപ്രീം കോടതിയിൽ പോയി വായ്പ 13,500 കോടിയെങ്കിലും വായ്പ എടുക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം എന്തായിരുന്നു? ഇതിൻ്റെയൊക്കെ കാരണം ഒരു പരിധി വരെ മിസ്റ്റർ ബാലഗോപാൽ പറയുന്നത് ശരിയാണ്. കാരണം 3% GSDPയുടെ 3% ഒരു വർഷം കടമെടുക്കാവൂ, ഒരു ധനവർഷത്തിൽ കടമെടുക്കാവൂ എന്ന് FRBM ആക്ട് നിഷ്കർഷിക്കുമ്പോൾ പോലും ഡോക്ടർ ഐസക് എന്താണ് ചെയ്തത്? 2016-17 ഭരണത്തിൽ വന്ന ഉടനെ തന്നെ 2012 ഒരുക്കി വെച്ചിരുന്ന കിഫ്ബി ആക്ട്, 2012 തന്നെ കിഫ്ബി ആക്ട് പാസ്സാക്കിയിരുന്നു. ആ കിഫ്ബി ആക്ടിന് ഒരു അമെൻമെൻറ്റ് എന്ത് തരം അമെൻമെൻറ്റാണ് കൊണ്ടുവന്നത്? CAGയുടെ പൂർണ്ണ അവലോകനം, ഓഡിറ്റിംഗ് ആവശ്യമില്ല, പ്രാഥമികമായ അവലോകനം അഥവാ ഓഡിറ്റിംഗ് മാത്രമേ ആവശ്യമുള്ളൂ എന്ന രീതിയിൽ വരുത്തി തീർക്കാനായിട്ടുള്ള ഒരു അമെൻമെൻറ്റ് ആക്റ്റാണ് അസംബ്ലിയിൽ കൊണ്ടുവന്നത്. അങ്ങനെ അസംബ്ലിയിൽ അങ്ങനെ ഒരു അമെൻമെൻറ്റ് ആക്ട് കൊണ്ടുവന്ന് പാസ്സാക്കി CAGയുടെ അതിൻ്റെ ഉള്ളറകളിലേക്ക് കടക്കാതെ അതിൻ്റെ പെരിഫറിയിൽ മാത്രം CAG ഓഡിറ്റിംഗ് നടത്തുക, ബാക്കി ഉള്ളറകളിൽ നടക്കുന്നത് എന്ത് എന്ന് CAG അറിയാതിരിക്കുക, അതായിരുന്നു ഉദ്ദേശം. അപ്പോൾ അങ്ങനെ അമെൻമെൻറ്റ് ആക്ട് കൊണ്ടുവന്ന് 2017 മുതൽ കിഫ്ബി വഴി വായ്പ എടുക്കാൻ തുടങ്ങി. കിഫ്ബി എന്ന് വെച്ചാൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ്, അതുവഴി കടമെടുക്കാൻ തുടങ്ങി. ആദ്യം 2016-17 ബജറ്റിൽ തന്നെ ഡോക്ടർ ഐസക് പറഞ്ഞിരുന്നു 50,000 കോടിയുടെ കടമാണ് കിഫ്ബി വഴി പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത് എവിടെ ചെലവഴിക്കാനാണ്? അത് ഇൻഫ്രാസ്ട്രക്ചറിൽ. ഏതൊക്കെ ഇൻഫ്രാസ്ട്രക്ചറിലാണ്? സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിൽ, അതായത് ആരോഗ്യം, വിദ്യാഭ്യാസം, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, അതുമായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസനം, അതുപോലെ തന്നെ ഭൗതിക ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യം, അതായത് നമ്മുടെ ഹൈവേസ്, അതുപോലെ തന്നെ നമ്മുടെ മറ്റെല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഇത് സൃഷ്ടിക്കാൻ, ഈ ഭൗതിക അടിസ്ഥാന സൗകര്യം, റോഡ്, പാലം, ഇങ്ങനെയുള്ളതെല്ലാം സൃഷ്ടിക്കാൻ വേണ്ടിയും. അപ്പോൾ ഇങ്ങനെ 2 തരം അടിസ്ഥാന സൗകര്യം, അതായത് സാമൂഹ്യ അടിസ്ഥാന സൗകര്യം, വിദ്യാഭ്യാസം, ആരോഗ്യം, പിന്നെ ഭൗതിക അടിസ്ഥാന സൗകര്യം, റോഡ്, ബ്രിഡ്ജ്, ഇങ്ങനെയുള്ളവയൊക്കെ, മറ്റ് ബിൽഡിങ്സും ഒക്കെ. അപ്പോൾ ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി 50,000 കോടിയിലധികം 5 വർഷം കൊണ്ട് ചെലവഴിക്കുമെന്ന് ആദ്യ ബജറ്റിൽ തന്നെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഡോക്ടർ ഐസക് വന്നത്. അങ്ങനെ പക്ഷേ ഈ കിഫ്ബി വഴി മസാല ബോണ്ടിലൂടെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി ആദ്യ സമാഹരണം നടത്തിയപ്പോൾ തന്നെ
ഇവിടെ CAG ഒക്കെ രംഗത്ത് വന്നു. CAG പറഞ്ഞു ഇത് കിഫ്ബി വഴി. അപ്പോൾ തോമസ് ഐസക്കിന്റെ ആർഗ്യുമെന്റ് എന്തായിരുന്നു? കിഫ്ബി വഴിയുള്ള കടമെടുക്കൽ ബജറ്റിനകത്തെ കടമെടുക്കലല്ല. കിഫ്ബി ഈസ് എ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ, ബജറ്റിന് പുറത്തുള്ള ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ആണ് എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ വായ്പ എടുക്കാൻ തുടങ്ങുന്നു. അങ്ങനെ വായ്പ എടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ കേന്ദ്ര ഗവൺമെന്റ് അതിനു മുമ്പേ തന്നെ CAG അതിൻ്റെ പ്രാഥമിക ഓഡിറ്റിങ്ങിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും പറഞ്ഞു കിഫ്ബി വഴി വായ്പ എടുക്കുന്നത് ബജറ്റിനകത്താണ്, പുറത്തല്ല. എന്തുകൊണ്ട്? അപ്പോൾ ആദ്യ ബജറ്റിൽ തന്നെ ഡോക്ടർ ഐസക് കിഫ്ബി വഴി വായ്പ എടുക്കുന്നതിന് പലിശയും മറ്റും പ്രിൻസിപ്പൽ സമവും കൊടുത്തു തീർക്കേണ്ടതിനായിട്ട് ബജറ്റിൽ ചില ചില്ലറ കളികൾ കളിച്ചു. എന്തായിരുന്നു ആ ചില്ലറ കളികൾ? ഒന്നാമതായിട്ട് 1% സെസ് പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ ചാർത്തി. ആ സെസ് എമൗണ്ട് നേരെ പോകുന്നത് കിഫ്ബിയുടെ അക്കൗണ്ടിലേക്കായിരുന്നു, ബജറ്റിലെ ഖജനാവിലേക്കായിരുന്നില്ല. അതുപോലെ തന്നെ 2, നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ടാക്സിന്റെ 50% കിഫ്ബിയിലേക്കാണ് പോകുന്നത്, ട്രഷറിയിലേക്കല്ല. അപ്പൊ ഈ 2 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ ഏത് പമ്പര വിഡ്ഢിക്ക് മനസ്സിലാകും കിഫ്ബി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളാണ്, പക്ഷെ അത് ബജറ്റിന് പുറത്തല്ല, അകത്താണെന്ന്. കാരണം ഈ 2 തരം വരുമാനം, ഒന്ന് ഒരു സെസ്, അത് ഈ കിഫ്ബിക്ക് വേണ്ടി തന്നെ കൊണ്ടുവന്ന സെസ്സാണ്. രണ്ടാമത്തത് മോട്ടോർ വെഹിക്കിൾ ടാക്സിന്റെ 50%. ഇത് രണ്ടും നേരെ പോകുന്നത് കിഫ്ബിയുടെ അക്കൗണ്ടിലേക്കാണെന്ന് പറഞ്ഞാൽ തന്നെ കിഫ്ബി ബജറ്റിനകത്താണ്, പുറത്തല്ലെന്നുള്ളത് ആർക്കും ക്ലിയർ ആണ്. പക്ഷെ അവർ രണ്ടുപേരും എപ്പോഴും വാദിച്ചുകൊണ്ടിരുന്നു, രണ്ടുപേരല്ല അദ്ദേഹം എപ്പോഴും വാദിച്ചുകൊണ്ടിരുന്നു ഇത് ബജറ്റിനകത്തുള്ള കടമെടുപ്പാണെന്ന്. പക്ഷേ CAGയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അങ്ങനെ ഈ കടമെടുക്കൽ അങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് കേരളം വലിയ കടക്കെണിയിലേക്ക്, വലിയ ധനപ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്ന അവസ്ഥ വന്നു. അപ്പോഴാണ് സുപ്രീം കോടതിയിൽ വരെ സംസ്ഥാന സർക്കാർ എത്തുന്നത്, വായ്പ എടുക്കാൻ സമ്മതിക്കണം, അറ്റകൈ 13,500 കോടിയെങ്കിലും വായ്പ എടുക്കാൻ സമ്മതിക്കണം എന്ന് പറഞ്ഞൊക്കെ സുപ്രീം കോടതിയിൽ വരെ എത്തുന്നത്. അപ്പം അങ്ങനെ എത്തിയ ഒരു സാഹചര്യത്തിൽ കോടതിക്ക് ബോധ്യപ്പെട്ടു കേരളം ശരിക്കും കടുത്ത ധനപ്രതിസന്ധിയിലാണ്. പക്ഷേ കേരളത്തിൻ്റെ ഈ ആർഗ്യുമെൻ്റ് ഇത് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള ആർഗ്യുമെൻ്റ് വിശ്വസനീയമല്ല, അത് നീതീകരിക്കത്തക്കതല്ല എന്ന് കോടതിക്ക് മനസ്സിലായി. എങ്കിലും 13,500 കോടി കടമെടുക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ടും അവസാനം 4,866 കോടി അത് ഇലക്ട്രിസിറ്റി മേഖല വഴിയായിട്ട് വരേണ്ടിയിരുന്നതാണ്, അത് എടുക്കാൻ പറ്റിയില്ല, ബാക്കി എടുക്കാൻ പറ്റിയുള്ളൂ. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു കാര്യം മനസ്സിലായി, ഈ കിഫ്ബിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡും രണ്ടും സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളാണെന്നാണ് തോമസ് ഐസക് അവകാശപ്പെട്ടുകൊണ്ടിരുന്നത്. ഇത് രണ്ടും വഴി കടമെടുക്കുന്നത് അപകടകരമാണ്. അതായത് 3% ഓഫ് GDP എന്നുള്ള കടമ്പ കടന്ന് അതിനേക്കാളൊക്കെ ഒത്തിരി ബഹുദൂരം മുന്നോട്ട് പോവുകയാണ് ഈ 2 സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ വഴിയുള്ള കടമെടുക്കൽ കൊണ്ട്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഒരു കണ്ടീഷൻ വെച്ചു, അതായത് നിങ്ങൾ കടം എടുത്തോളൂ, സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴിയോ കിഫ്ബി വഴിയോ ഒക്കെ കടം എടുത്തു, പക്ഷേ എടുക്കുന്ന കടം ഈ 3% പരിധിക്കകത്ത് വരണം. അതായത് ഈ 2 സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളും ബജറ്റിനകത്ത് വരുന്ന സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായിട്ട് പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെ പോയ വർഷങ്ങളിൽ എടുത്ത കടം 2022-23, 23-24, 24-25, 25-26 ഈ 5 വർഷങ്ങളിലായിട്ട്, അതായത് ശ്രീ ബാലഗോപാൽ ധനമന്ത്രിയായി ചേർന്ന ആ 5 വർഷങ്ങളിലുമായിട്ട് പഴയകാല കടം 2016-17 മുതൽ കിഫ്ബി വഴി എടുത്ത കടവും അതിൻ്റെ പലിശയും എല്ലാം ഈ 5 ബജറ്റുകളിലായിട്ട് സ്പ്രെഡ് ഔട്ട് ചെയ്തു. അതായത് ശ്രീ ബാലഗോപാലിൻ്റെ ആ ധനവർഷങ്ങൾ 5 വർഷങ്ങളിലേക്കായിട്ട് സ്പ്രെഡ് ഔട്ട് ചെയ്യുന്ന ഒരു ഇത് കൊണ്ടു. അങ്ങനെ വന്നപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ സങ്കടപ്പെടുന്ന തരത്തിൽ, അല്ലെങ്കിൽ തോമസ് ഐസക്കിനെ കുറ്റപ്പെടുത്തത്തക്ക രീതിയിലേക്ക്, അതായത് അദ്ദേഹത്തിന് എടുക്കാവുന്ന 3% കടത്തിൽ നിന്നാണ് കുറേശ്ശെ ഈ കടം വെട്ടിക്കുറച്ച് ഓരോ വർഷവും കുറേശ്ശെ വെട്ടിക്കുറച്ച് പോകുന്നത്. അങ്ങനെ വന്നപ്പോൾ സംസ്ഥാനത്തിന് അതത് വർഷങ്ങളിൽ കടമെടുത്ത് ചെലവഴിക്കാവുന്ന ഫണ്ട് വീണ്ടും കുറഞ്ഞുപോയി. അപ്പോൾ അദ്ദേഹം അതുപോലെ തന്നെ പറഞ്ഞ 57,000 കോടി അല്ലെങ്കിലും കേന്ദ്ര വിഹിതം നഷ്ടപ്പെട്ടു. അതുമാത്രം എവിടെ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് അദ്ദേഹത്തിന് കണക്ക് തരാൻ പറ്റില്ല. അദ്ദേഹം പറയുന്ന കണക്കുകളിലൊക്കെ പൊള്ളത്തരമുണ്ട്. അതേ സമയത്ത് അദ്ദേഹം മറച്ചു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. 37,144 കോടി നമുക്ക് ഈ പദ്ധതി കാലത്ത്, അതായത് ഈ 15ാം ധനകാര്യ കമ്മീഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ആയിട്ട് 17 സംസ്ഥാനങ്ങൾക്കാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കൊടുത്തത്. അതിൽ ഏറ്റവും കൂടുതൽ കിട്ടിയത്
വെസ്റ്റ് ബംഗാളിനാണ് 40,144 കോടി. കേരളത്തിലാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ തുക കിട്ടിയത്. അത് 37,844 കോടിയാണ്. അക്കാര്യം അദ്ദേഹം ഓർമ്മിക്കുന്നില്ല. അദ്ദേഹം അത് വിസ്മരിച്ചതുപോലെയാണ് പറയുക. ഒറ്റയടിക്കല്ല കിട്ടിയത്, ഈ പല വർഷങ്ങളിലായിട്ട് ഘട്ടം ഘട്ടമായിട്ട് കൊടുക്കുകയായിരുന്നു ചെയ്തത്. പക്ഷേ ആ 37,844 കോടി കേരളത്തിന് കിട്ടി എന്നുള്ളത് ഒരിടത്തും പ്രസ്താവിച്ച് കാണുന്നില്ല. അപ്പോൾ ഇങ്ങനെ തോമസ് ഐസക്കിനെ കുറ്റപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും തോമസ് ഐസക്ക് ധനസമ്പദ്ഘടനയെപ്പറ്റി ഏറ്റവും ആഴത്തിൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ കടമെടുപ്പിൻ്റെ അദ്ദേഹത്തിൻ്റെ രീതിശാസ്ത്രം നമുക്ക് ആർക്കും ദഹിക്കുന്നതല്ല. അദ്ദേഹം സാധാരണ പറയാറുള്ളത് GSDPയുടെ ഗ്രോത്ത് റേറ്റിനേക്കാൾ താഴെയാണ് കടമെടുത്തതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ഗ്രോത്ത് റേറ്റ് എങ്കിൽ അത് അപകടകരമായ കടമെടുക്കലല്ല എന്നാണ് പറയുന്നത്. അതാണ് ധനതത്വശാസ്ത്രം പഠിപ്പിക്കുന്നത്. പക്ഷേ ധനതത്വശാസ്ത്രം പഠിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട തത്വമുണ്ട്. എന്താണത്? കടമെടുക്കുന്നത് മൂലധന നിക്ഷേപത്തിന് മാത്രമായിരിക്കണം. അത് അങ്ങനെ മൂലധന നിക്ഷേപത്തിന് മാത്രം, ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി ചെലവഴിച്ചാൽ വിദ്യാഭ്യാസം, ആരോഗ്യം മെച്ചപ്പെടും. രണ്ടാമത് നമ്മൾ പറഞ്ഞതുപോലെ ഭൗതിക ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി ചെലവഴിക്കുകയാണെങ്കിൽ അതുവഴിയായിട്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വർദ്ധിക്കും. അതായത് നമ്മുടെ ഭൗതിക ഇൻഫ്രാസ്ട്രക്ചർ നന്നാകുന്നു, അതുവഴി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, അതായത് ബിസിനസ് വ്യവസായങ്ങൾ വളരുന്നതിനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നു, ലോജിസ്റ്റിക് കോസ്റ്റ് കുറയുന്നു, അങ്ങനെ സമഗ്ര വളർച്ചയ്ക്കുള്ള സാധ്യത ഏറി വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും ആ കടം തിരിച്ചടയ്ക്കാനുള്ളത് ഉള്ള രീതിയിൽ നമ്മുടെ സമ്പദ്ഘടന ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലേക്ക് വളർച്ച കൈവരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കടമെടുത്ത് അത് യുക്തിസഹമായി കൃത്യമായി മൂലധനത്തിനു വേണ്ടി മാത്രം ചെലവഴിക്കുന്നുവെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് ധനതത്വശാസ്ത്രം പഠിപ്പിക്കുന്നത്. പക്ഷേ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത്? കേരളത്തിൽ സാധാരണ കടമെടുക്കുന്നതിൻ്റെ 82% വരെ റവന്യൂ ചെലവിന് വേണ്ടി ചെലവഴിക്കാറുണ്ട്. അതായത് ശമ്പളം, പെൻഷൻ, പലിശ ഇതിനു വേണ്ടി ചെലവഴിക്കാറുണ്ട്. അതായത് റവന്യൂ ചെലവുകൾ റവന്യൂ വരുമാനം കൊണ്ട് അടയ്ക്കണം എന്നതാണ് ധനതത്വശാസ്ത്രം പഠിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ കേരളത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിലും ഏറിയും കുറഞ്ഞും ഉണ്ട്, പക്ഷേ കേരളത്തിലെ പോലെ ഇല്ല. കടമെടുക്കുന്നതിൻ്റെ 82% വരെ റവന്യൂ ചെലവിന് വേണ്ടി പ്രയോജനപ്പെടുത്തിയ വർഷങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അത് വലിയ മോശമായ ഒരു സാഹചര്യമാണ് നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ശ്രീ തോമസ് ഐസക്ക് അത്തരം ഒരു സാഹചര്യം സൃഷ്ടിച്ചു. അതിൻ്റെ പഴി അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ശ്രീ ബാലഗോപാൽ പറയുന്നതിൽ സത്യമില്ലാതില്ല. നമുക്ക് കടമെടുക്കുന്നത് എപ്പോഴും മൂലധന ചെലവിന് വേണ്ടി മാത്രം വിനിയോഗിക്കണം എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി ധനമന്ത്രിമാർ മുന്നോട്ട് പോയാൽ മാത്രമേ കേരളത്തിന് കരകയറാൻ ഒക്കൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോവിഡ് കാലത്ത് എന്തിന് ശമ്പള പരിഷ്കരണം നടത്തി എന്ന ചോദ്യത്തിന് തോമസ് ഐസക്ക് ഉത്തരം പറയണം. അതുപോലെ തന്നെ ഇപ്പോൾ വീണ്ടും ശമ്പള പരിഷ്കരണം ആവശ്യപ്പെടുന്നു. ഈ ഗവൺമെൻറ് ആ ശമ്പള പരിഷ്കരണവുമായി മുന്നോട്ട് പോകുമോ? ആ ഒരു ചോദ്യവും ഇവിടെ ഉദിക്കുകയാണ്.